നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് ഹൈവേ. അതിലൂടെ നമുക്കിനി അങ്ങോട്ട് പോകാനുള്ളത് രാമേശ്വരം. അപ്പോൾ ഞങ്ങളപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ എന്തെങ്കിലും വെച്ച് കഴിക്കാനായിട്ട് പാചകത്തിലാണിപ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് കറിയൊന്നുമില്ല. അപ്പോൾ ഉരുളൻകിഴങ്ങും സവാള ഇതൊക്കെ അരിഞ്ഞിട്ടൊരു കടുകട കറിയാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ സനോജ് ഉണ്ട്, അൻഷാവ് വേണ്ട. അൻഷാവ് ഭയങ്കര ഇതാണ്, സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അത്യാവശ്യം. നമ്മുടെ ഷിയുമോൻ ഉണ്ട് അടുത്ത് തന്നെ. അവനുള്ളതുകൊണ്ട് എങ്ങനെയാണ് പാചകം മുന്നോട്ട് പോകുന്നുണ്ട്. സൂപ്പർവൈസറാണ് അവൻ. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ മായൻകുട്ടി ഉണ്ട് ഇവിടെ. അവനാകെ ഉറക്കത്തിലാണ്. ഒന്ന് ഫുള്ള് ഓണാണ് ഇപ്പോൾ ചെറുക്കൻ. അപ്പോൾ നമ്മുടെ കറക്റ്റ അനീഷ് ഭായി ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, സഹായിക്കണമെന്നൊരു മൈൻഡ് പോലും ഇല്ലാതെയാണ് ഞാൻ അറിയിക്കണത്. ഗൈസ് കേട്ടാ, ഇത് മാത്രമേ ഉള്ളൂ. ആ കൊള്ളാം കൊള്ളാം കൊള്ളാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ അൻഷാബേ മുട്ടയില്ലാതായിപ്പോയി ഗൈസ്. മുട്ട ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി തകർത്തേ ഞങ്ങൾ. അപ്പോൾ എന്ത് പറയാനാ, ഞങ്ങൾ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ചൂട് ഒന്ന് ആക്കാനുണ്ടായിരുന്നു, അതാക്കിക്കൊണ്ടിരിക്കുകയാണ് സനോജ്. ഇതിൽ ചുക്കാൻ പഠിക്കുന്ന അനീഷും കൂടിയാണ് കവർ ചെയ്യുന്നത്. അതെ അതെ അതെ, നല്ല നല്ല രീതിയിൽ. നമ്മുടെ അൻഷാബ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതെ 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 അതെ, ഒരു രക്ഷയില്ല, രക്ഷയില്ല. നമ്മ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആണ് ഇതിന്. പൊളിയാണോ പൊളിയാണോ പൊളിയാണ്. നമ്മുടെ ചേരുവകളൊക്കെ കറക്റ്റ് ആയിട്ട് ചേരാത്തോണ്ട് ഗൈസ് ഒന്നിനും പങ്കെടുക്കാത്ത ആദ്യം കഴിക്കുന്നു ഗൈസ്. ആ ഇനി നമുക്ക് കട്ടൻ ചായ കൂടിയും വരാനുണ്ട്. ഇനി കട്ടൻ ചായ വെച്ചിട്ടില്ല, അതിനുള്ള വെള്ളമൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയൊക്കെ കരിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു. ദൈവമേ, എല്ലാം ഭക്ഷണം കഴിഞ്ഞ് ഇപ്പോൾ സനോജ് ഒരു കിടുകിട കറി, അതിനകത്ത് സ്പെഷ്യല് മാത്രം. അവൻ നോക്കിയത് ചിക്കൻ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്. ഇത് എന്ത് കറിയാണെന്ന് ഒരു പിടിയില്ലാത്ത ഒരു ഐറ്റം. അതാണ് ഇപ്പോൾ സനോജ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല തോതിൽ കഴിക്കുന്നുണ്ട് സനോജ്. ഇപ്പം ഞങ്ങളിപ്പോൾ വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ ചായ തിളച്ചിട്ടില്ല, അതൊന്ന് കുടിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകാനായിട്ട്. അപ്പോൾ അവിടെ അറ്റത്ത് ഒരറ്റത്ത് വെള്ളം കിട്ടുമെന്ന് അതെ വേണമെങ്കിൽ സൂം ചെയ്യാം. ഓ അത്ര വലിയ ഇതില്ല, വെള്ളം കിട്ടുമെന്ന് ഒരു അണ്ണ പറഞ്ഞ്. അപ്പോൾ ഞങ്ങളൊന്ന് അവിടം വരെ ഒന്ന് പോകണം. അവിടെ പോയിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് കുപ്പിയിലൊക്കെ പിടിച്ച് സെറ്റാക്കണം. അപ്പോൾ അതിനുള്ള തത്രപ്പാടിലാണ് ഇനി ഗൈസ്. ഇപ്പോൾ അൻഷാവ് കഴിച്ച് സെറ്റാണ്, ഇപ്പോൾ ഫുൾ ഓണിലാണ്. ഇനിയിപ്പോൾ വണ്ടി കയറി കഴിഞ്ഞാൽ ഇനി എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റൂല. ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താ ഗൾഫുകാരന് കഴിച്ചു കൊടുക്കണം. എന്താ പവർ, ഒന്നും പറയാനില്ല ഗേസ്. അനീഷിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോഴത്തെ ഇതെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സാധനങ്ങൾ, അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. പച്ചക്കറി ആയിട്ടും ഞങ്ങളുടെ ഒരു 1.5 കൊല ഇത് കാണണം ഗേസ്. ഈ കൊലയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തെണ്ടിപ്പോയേരെ, മുഴുവൻ പട്ടിണിയിലേക്ക് പോയേരെ. അതിനകത്തൊക്കെ വെള്ളമാണ് ഗേസ്, നിറച്ച് വെള്ളമാണ്. ഷാരൂഖ് ഖാൻ കൊച്ചു ഷാരൂഖ് ഖാൻ ഒന്നും പറയാനുള്ള ഗേസ്. തീറ്റ കഴിഞ്ഞ് കയറിയിരിക്കണ്, ഒന്നും പറയാനുള്ള ഗേസ്.
ഇത് നല്ല തോതിൽ കയറ്റിയിട്ടുണ്ട് ചപ്പാത്തി അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ. അപ്പൊ കറിയാണ് തീർന്ന്. ഷിയാസ് മോൻ ഗൾഫാരന് കഴുകണം. ഗൾഫാറിനെ കൊണ്ടൊന്ന് കഴിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് ഞങ്ങള്. അൻഷാവൊക്കെ പിന്നെ കഴുകി പരിചയമുണ്ട്. ഗൾഫിൽ ഇതായിരുന്നു പരിപാടി അൻഷാവിനൊക്കെ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഷിയുമോനാണ് അവിടെ അറബീനെ പണിയെടുപ്പിക്കലാണ് ഷിയുമോൻ്റെ പരിപാടി. തിളച്ചോണ്ടിരിക്കുകയാണ് ചായ. ഓക്കെ, അപ്പോൾ അടുത്ത ഇതിൽ വീഡിയോയിൽ കാണാം നമുക്ക്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പിടിച്ച് വെച്ച് ഞങ്ങളിപ്പോൾ യാത്രയിലാണ്. ഇപ്പം ധനുഷ്കോടി കേന്ദ്രീകരിച്ചിട്ടുള്ള യാത്രയാണ്. അപ്പോൾ എല്ലാവരും നല്ല സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അനീഷ ആയാലും ഈ അൻഷാവാണ് ഇപ്പോൾ വണ്ടി ഓടിക്കണത്. മാരകമായിട്ടുള്ള ഡ്രൈവിംഗ് ഒക്കെയാണ് എന്നൊക്കെ പറയണത്. ഇപ്പോൾ സനോജ് ഉണ്ട്. പാചകമൊക്കെ കഴിഞ്ഞിട്ട് പാചകമൊക്കെ കഴിഞ്ഞ് ചിക്കനൊക്കെ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വളരെ ഗ്ലാസ് നിന്റെ കാണാനല്ല ഗൈസ്. ഗ്ലാസ് ഇല്ലാത്തോണ്ട് മാൻകുട്ടിക്കൊന്നും കാണാൻ പറ്റുള്ള വേറെ ഇത് കാണിച്ചു തരാം. പുറത്ത് വ്യൂ കാണിച്ചു തരാം. റോഡിനെ പറ്റി റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. ഇതുപോലെ തന്നെ നല്ല അടിപൊളി റോഡുകളാണ് ഇവിടെ. പാലത്തിന് നീളം നോക്കിയടാ. അല്ല ഇത് കാണാലോ. ഇതൊക്കെ താഴത്ത് പൊളിഞ്ഞടക്കണടാ. അവിടെടാ. ചമര ഇതാണ് നമ്മുടെ പമ്പൻ പാലം. ഓടി അവിടെ എത്തി. അതെ, കാണാത്തവർക്കൊരു നല്ലൊരു കാഴ്ചയാണ്, നല്ലൊരു വ്യൂ ആണ്. സൂപ്പർ അപ്പുറം കാണിച്ചു. എന്നാ അനീഷ് ഭായി, അൻഷാവും, ഷിയുമോൻ, മായൻകുട്ടി ഉള്ള ഓടാ പൊളിച്ചല്ലോ.